ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഹലോ 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 ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ലൈവാണ്, ഇൻസ്റ്റാഗ്രാം ലൈവ്. അപ്പോൾ ഒന്നുമില്ല, ലൈവിൽ കുറച്ച് നേരം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തിരക്കാം. എനിക്ക് എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നേരിട്ട് വന്ന് പറയാമെന്ന് കരുതി. ഞാൻ ചെറിയൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് കാറിലിരുന്ന് ലൈവ് വരുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, സുഖമാണ്. ബിനോയ്, ഹായ് ബിനോയ്, സുഖമാണ്. ഹലോ ശരത്തേട്ട, ഹലോ, ഹായ് ഹായ് ഹായ്. നിയാസ് മുത്തു, ഹായ് ഹായ്. ശരത് സുഖമാണോ? പുതിയ സിനിമ ഏതാ? യെസ്, ജിതിൻ രാമദാസ്, ശരത് സുഖമാണ്. പുതിയ സിനിമ അനന്തൻകാട്, അതായത് നമ്മുടെ GN കൃഷ്ണകുമാർ സാർ, ടിയാൻ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത GN കൃഷ്ണകുമാർ സാറിൻ്റെ മുരളി ഗോപി ചേട്ടൻ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ചെയ്ത അനന്തൻകാടാണ് അടുത്ത റിലീസ് നെക്സ്റ്റ് മന്ത്. സുഖമാണ്. അയ്യോ, ഒത്തിരി സന്തോഷം. ഭയങ്കര എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയും വിശേഷങ്ങളൊക്കെയാണ് എല്ലാവരും തിരക്കുന്നത്. ആരും ദൈവാനുഗ്രഹിച്ച് ആരും ചീത്തയൊന്നും പറയുന്നില്ല. വലിയ സന്തോഷം. താങ്ക് യു. ബിഗ് ബോസ് മലയാളം മൂവി അപ്ഡേറ്റ്സ്. മൂവി പറഞ്ഞല്ലോ, നെക്സ്റ്റ് റിലീസ് ആവാൻ പോകുന്ന സിനിമ അനന്തൻകാടാണ് നെക്സ്റ്റ് റിലീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് ചെയ്യുന്നത്. കോടന്നൂർ വരും അനീഷിൻ്റെ അടുത്ത്. ഉറപ്പായിട്ടും കോടന്നൂർ വരും. അനീഷിനെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഒത്തിരി മെസ്സേജ് വരുന്നുണ്ടല്ലോ. ഹായ് ഏട്ടാ, സുഖമാണോ? ഹായ്. വിജയ് ആവും എന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാനങ്ങനെ നമുക്ക് പറയാലോ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയൊരു ഹോട്ട്സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്കൊരു ക്ഷണം കിട്ടി. ഞാൻ പോയി, എനിക്ക് പറ്റുമ്പോഴൊക്കെ നിന്നു. എന്താ പറയുക, ഞാനായിട്ട് തന്നെയാണ് എൻ്റെ അകത്ത് നിന്നിട്ടുള്ളത്. ഒരു മുഖംമൂടിയാണെങ്കിൽ നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നിന്നു കഴിഞ്ഞ് ഇറങ്ങി, അത്രയേ ഉള്ളൂ. ശരത്തായിട്ട് ബാംഗ്ലൂരിലേക്ക് വരാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? ഉറപ്പായിട്ടും. ബാംഗ്ലൂരിൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, ഉറപ്പായിട്ടും എത്തുമ്പോൾ കാണാം. ഹായ് അപ്പാനി, ഹായ് 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 ഹായ്. ശരത്തായിട്ടാന്ന് വിളിക്കുന്നു. വിനു മോഹൻദാസ്, ഹായ്. അരുൺ, കാക്കനാട് വരുമ്പോൾ ആതിരേനെ കാണാൻ. ആക്ച്വലി ഇന്ന് ആതിരയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എനിക്ക് വരാൻ സാധിക്കില്ല, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. സോ അപ്പോൾ ലൈവിൽ കൂടെ തന്നെ അവർക്കൊരു ബർത്ത്ഡേ വിഷസ് പറയാം. ഹാപ്പി ബർത്ത്ഡേ നൂറ. ഷാനവാസിക്ക് കാണാൻ പോകുമോ? ഉറപ്പായിട്ടും. എന്താ ഷാനവാസിക്ക് കാണാൻ പോകാൻ പറ്റാത്തെന്താ? നിങ്ങളുടെ ഗെയിം നശിപ്പിച്ച് ജിസേ ഒന്നുമല്ല. ഹായ് ഏട്ടാ, സുഖമാണ്. ബെറ്റ കില്ലർ ഗേൾ, ഹായ്. ശരത്തേട്ട സുഖമാണ്. ഹായ് ലിഞ്ചു, ഹായ് ഹായ് ഹായ്. റോണി ഹായ്. നിഖിൽ ബ്രോ, ഹായ്. ഗീതു ശിവപ്രസാദ്, ഹായ്. ചിക്കു നിഖിൽ, ഹായ്. ഹായ് ആലൻ, ഹായ്. മാർക്കോസ്, ഹായ്. സ്പൈഡർ മച്ചാൻ, ശരത്തേട്ട താങ്ക് യു മച്ചാനെ. ഷെർലോക്ക് പ്രിൻസ്, ഹായ് ഹായ്. സ്പൈഡർ മച്ചാൻ, ഹായ്. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എത്തിയോ? എവിടെ എത്തിയിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുക. ശരത്തേട്ട തൃശ്ശൂർ കോടന്നൂർ വാ ശരത്ത്. ഉറപ്പായിട്ടും അനീഷ് വിളിക്കും. അനീഷിൻ്റെ വീട്ടിൽ വരും, അനീഷിനെ കാണാൻ വേണ്ടി വരും. അനീഷിന് ഇപ്പോഴത്തെ തിരക്കുകളെ കഴിയട്ടെ, ഉറപ്പായിട്ടും എത്തും. പാറു, ഹായ് പാറു, ഹായ്. ഷാനുക്ക ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഫൗസി, ഹായ് ഫൗസി. അനുവിനെ കാണാൻ പോയില്ലേ? ഹായ് ശരത്തേപ്പാനി. ശരത്തേട്ടൻ സൂപ്പറായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. കൊട്ടാരക്കര സ്റ്റേ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കൊട്ടാരക്കര സ്റ്റേ ഇല്ല, പോവും. ഹായ്, വിഷ്ണു. വിഷ്ണു, ഹായ് വിഷ്ണു. ഹായ് ഹായ് ഹായ്. കാറ്ററിൻ, ഹായ്. ചേച്ചിക്ക് സുഖമല്ലേ? ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. എവിടേക്കാണ് ട്രിപ്പ്? ശരത്തേട്ടൻ ഞാൻ നാട്ടിൽ പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. കലാമണ്ഡലം സുരഭി, ഹായ്, ബിഗ് ഫാൻ. താങ്ക് യു. അല്ല, താങ്ക് യു സുരഭി. ഹായ് ഹായ്. ലവ് യുവർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അക്ബർ. താങ്ക് യു സോ മച്ച്. അഖിൽ ചാലക്കുടി, ഹായ് അഖിൽ. ഹായ് ഹായ്. ഒരു ഹായ് പറയൂ. ഹായ്. അഫ്സാന ഹർഷാദ്, ഹായ്. ഭയങ്കര അത്ഭുതമുള്ള. മാർക്കോ, ഹായ് ചേട്ടാ. നൂറയുടെ ബർത്ത്ഡേ വിഷസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഹായ് 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 ഹായ്. കുറേ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് അത് കഴിഞ്ഞില്ല, ഗെയിമൊക്കെ കഴിഞ്ഞില്ല ചേട്ടാ. വീണ്ടും ഞാൻ ആരാവരെയൊക്കെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട്. നെക്സ്റ്റ് മന്ത് മൂവി റിലീസ്. യെസ്, നെക്സ്റ്റ് മന്ത് ആണ് എൻ്റെ അനന്തൻകാട് എന്ന സിനിമ റിലീസാകാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു വളരെ കുറച്ച് നാളായി എൻ്റെ കുറച്ച് നല്ല സിനിമകൾ വന്നിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് ഞാൻ പോകാനെടുത്തൊരു തീരുമാനം അതൊക്കെ തന്നെ ആയിരിക്കാം. സോ ഞാൻ എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. വലുതാക്കിയെന്ന് പറയില്ല, എന്നെ വളർത്തിയ നിങ്ങളാണ്.
എൻ്റെ ആദ്യ സിനിമ തൊട്ട് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തതിനും ഇപ്പോൾ ഈ ഷോയിൽ വന്നപ്പോൾ എൻ്റെ ശരികൾ പറയാനും എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു 2017-18 എനിക്കൊരു ആപത്ത് വന്നപ്പോൾ ഫ്ലഡ് സമയത്ത് കൂടി നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പലപ്പോഴായിട്ട് എൻ്റെ എല്ലാ വീഴ്ചയിലും ഉയർച്ചയിലും നിങ്ങൾ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലൊരു വിഷമവുമില്ല. ഞാൻ നല്ലൊരു സിനിമയുമായി നിങ്ങൾ മുന്നിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും എന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് എൻ്റെ സിനിമ കാണാൻ വരും. എന്നെ നിങ്ങൾ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും അത് തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ എൻ്റെ ചുവടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൊഡക്ഷൻ സൈഡിലേക്ക് ചുവട് വെച്ചുകൂടെ? അഖിൽ പറയാം, അഖിൽ വെയിറ്റ് വരുന്നുണ്ട്. ഹായ് ശിവശങ്കർ, ഹായ് ഹായ് വ്യൂ വാട്സ് ഓട്ടോ ശങ്കർ. ഓട്ടോ ശങ്കർ, നിങ്ങൾ എത്ര പേര് ഓട്ടോ ശങ്കർ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല. ഓട്ടോ ശങ്കർ C5 എന്ന പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ വെബ് സീരീസ് ആണ് ഞാൻ ചെയ്ത ഏറ്റവും അടുത്തുള്ള വെബ് സീരീസ്. കുറച്ച് നാളായി റിലീസായിട്ട്, പക്ഷെ ഇപ്പോഴും കുറേ ആൾക്കാർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഓട്ടോ ശങ്കർ C5 എന്ന വെബ് സീരീസിലുണ്ട്. തമിഴ് ലാംഗ്വേജ് ആണ്. ഉറപ്പായിട്ടും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരും അഭിപ്രായം പറയണം. ട്രിവാൻഡ്രം എവിടെയാണ് വരുന്നത്? ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അരുവിക്കരയാണ് ഞാൻ ഉള്ളത്. ഒരു ദിവസം ഉണ്ടാവും. പിറ്റേ ദിവസം എനിക്കൊരു ചെറിയ ഷൂട്ടുണ്ട്. അത് കഴിഞ്ഞ് റിട്ടേൺ പോകും. ഹായ് PS വിനോദ്, ഹായ് ഹായ് മനു ആൻഡ് റിതൻ ബ്രോ, ആൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് പ്രോജക്ട്. താങ്ക് യു മിഥുൻ ബ്രോ, താങ്ക് യു. ഒന്നല്ല, കുറേ നല്ല സിനിമകളുടെ ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ട്. നോ സൗണ്ട് എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഹായ് ഐ ആം വിഷ്ണു, പേഴ്സണൽ മെസ്സേജ് അയക്കാമോ? ഹായ് വിഷ്ണു, ഹായ് വിഷ്ണു. ട്രിവാൻഡ്രം എവിടെയാണ്? ട്രിവാൻഡ്രത്ത് നാട് അരുവിക്കരയാണ്. ഞാൻ അരുവിക്കര ഉണ്ടാവും, ഒരു ദിവസം ഉണ്ടാവും. ഹായ് അപ്പാനി, ഷിംന മാത്യു, ഹായ് ഹബീബി, കം ടു കൊളോട്ടിമുല. ഹായ് ഐ ആം വിഷ്ണു, പേഴ്സണൽ മെസ്സേജ് അയക്കാം. അയച്ചോളൂ, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചോളൂ ഉറപ്പായിട്ടും. ഷോർട്ട് ഫിലിം നെയിം ഒന്നുകൂടി പറയാമോ? ഏത് ഷോർട്ട് ഫിലിമാണ്? ഷോർട്ട് ഫിലിം അല്ല, വെബ് സീരീസ്. നിഹാര, ഹായ് നിഹാര. ഹായ് ഐ ആം വിഷ്ണു, പേഴ്സണൽ മെസ്സേജ് അയക്കാം. വിഷ്ണു അയച്ചോളൂ ഉണ്ട്. ഓക്കെയാണ്. ഓക്കെ. സോ ഞാൻ ഇനി ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിനുമായിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ ഇനി ചെയ്യില്ല എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് തോന്നിയത് ഇന്ന് ലൈവ് വരണമെന്ന് ഏറ്റവും അടുത്ത് തോന്നാൻ കാരണം, ഞാൻ ഇടുന്ന എൻ്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ ആയിട്ട് ഒത്തിരി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എനിക്ക് വന്നിട്ട് വളരെ മോശമായിട്ട് കമൻറ്റുകൾ ഇടുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാം. നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഈ നേരിട്ട് ലൈവിൽ കൂടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാമല്ലോ. ഞാനെല്ലാ എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമത്തിലോ പങ്കുചേർന്നിട്ട് ഞാൻ എല്ലാ എപ്പോഴും അവരെ ഓക്കെ ആക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അനുമോൾക്ക് മാത്രം അറിയണോ PR? ബെസ്റ്റ് ഫ്രണ്ട് അക്ബറിനായിരുന്നു PR കൂടുതൽ. ആണോ? ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഹായ് ഐ ആം വിഷ്ണു, പേഴ്സണൽ മെസ്സേജ് അയക്കാമോ? ഹായ് വിഷ്ണു, ഹായ് 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 ഹായ്. യൂട്യൂബ് ചാനൽ തുടങ്ങും മോനെ. യൂട്യൂബ് ചാനലൊക്കെ ഓൾറെഡി ഞാൻ അങ്കമാളുടെ സമയം തൊട്ട് ഉണ്ട് എനിക്ക്. പിന്നെ അതുപോലെ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ഓർമ്മയുണ്ടോ അറിയില്ല, എൻ്റെ ഒരു ബാഡ് തുടങ്ങുന്ന സമയത്ത് മറ്റേ കാലം നീ പുള്ളിക്ക് കൂടെ എന്തിന് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും എൻ്റെ ഹീറോ, എൻ്റെ കരിയറിന് തുടക്കമാവും. താങ്ക് യു ഏട്ടാ. വിനു മോഹൻ, ഓർമ്മയുണ്ടോ അറിയില്ല, എൻ്റെ ഒരു ബാൻഡ് തുടങ്ങുന്ന സമയത്ത്. എനിക്കറിയാം വിനു, എനിക്കറിയാം. എന്തായി ബാൻഡിൻ്റെ ഷോയൊക്കെ എന്താ ഇതൊന്നും നമുക്കത് പറയണ്ടല്ലോ. എല്ലാ സപ്പോർട്ട് ഉണ്ട്. അടിപൊളി ആയിരിക്കട്ടെ വിനു. എന്തായി വിനു, ഷോസ് ഒക്കെ ഉണ്ടോ? ഹായ് ഐ ആം വിഷ്ണു. വീണ്ടും വിഷ്ണു പേഴ്സണൽ അയച്ചോ, കുഴപ്പമില്ല. ഹായ് 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 ചേട്ടാ, റിപ്ലൈ തരും. അബിൻ, ഹായ് അബിൻ, ഹായ് അബിൻ, ഹായ് അബിൻ. അക്ബറിനെ ആഡ് ചെയ്യാം. അക്ബർ, എനിക്ക് തോന്നുന്നു അക്ബർ ദുബായിൽ എന്തോ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സോ എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും സ്നേഹം കൊണ്ടാണെങ്കിലും ഇഷ്ടം കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. വലിയ നന്ദിയുണ്ട് എല്ലാവരോടും. ഞാൻ വളരെ കുറച്ച് ദിവസം ബിഗ് ബോസിൽ നിന്നോളൂ, ഒരു 35 ഡേയ്സ് നിന്നോളൂ. പക്ഷേ എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എത്ര ദിവസം നിന്നു എന്നുള്ളതല്ല, നിന്ന ദിവസത്തോളം ഞാൻ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ജെന്യൂനായിട്ട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടുതലും വെറുപ്പുകൾ അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. പറയുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഉണ്ടാവും, വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. സോ അതെനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇനിയാണെങ്കിലും എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ 100% എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും. അത് ആരായാലും ഞാൻ പറഞ്ഞിരിക്കും. അതിൽ എനിക്ക് തെറ്റ് പറയാൻ അത് എല്ലാവരും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അല്ലാതെ ഒരാളുടെ അഭിപ്രായം, എല്ലാവർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രന ഫാത്തിമ, ഹായ് രന. ഹായ് രന. ഗീതു, അനുമോൾ ഇഷ്ടം. തീർച്ചയായും അനുമോൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അനുമോൾക്ക് എല്ലാവർക്കും കൂടി വോട്ട് ചെയ്ത് അനുമോളെ ജയിപ്പിച്ചേ. അനുമോൾ ഇഷ്ടം. LJP നെക്സ്റ്റ് മൂവിയിലുണ്ടോ അറിയില്ല, സാറിന്റെ മൂവിയിലൊന്നും ആയിട്ടില്ല.
നെക്സ്റ്റ് പടം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനന്തൻകാടാണ്. ഹായ് ചേട്ടാ ബിഗ് ഫോൺ ശ്രീകാന്ത്. ഹായ് 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 ഹായ്. ഒരുപാട് മെസ്സേജും ലവ് ഒക്കെ വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ പുച്ഛമൊക്കെ വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. നൂറ ബർത്ത്ഡേ പൊന്ന. അയ്യാ നൂറ് പോണാന്നോ ചോദിച്ചേ? നൂറിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ക്ഷണം ഉണ്ട്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഹായ് ഹായ് ഹായ്. അടിപൊളിയാണ് ചേട്ടാ, ഏട്ടന് ഫസ്റ്റ് പോസ്റ്റർ ലോഞ്ച് ചെയ്ത് തന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് മോനെ, ഓർമ്മയുണ്ട്. നമുക്ക് മറക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ? നല്ല കാര്യങ്ങളല്ലേ. അയാൾ വിഷ്ണു പേഴ്സണൽ മെസ്സേജ് അയക്കുമോ? വിഷ്ണു അയച്ചോ, പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചോ, കുഴപ്പമില്ല. വിനു മോന്തോസ് വെയിറ്റിംഗ് ഫോർ അനന്തൻകാട്. താങ്ക് യു അനന്തൻകാട്, നോട്ട് അനന്തൻകാട്, അനന്തൻകാട്. യാമി ഹായ്, യാമി ഹായ്. ശരത്ത് ഫാൻ ബട്ടൺ, ഫൺ ബട്ടണോ? ഹായ്. താങ്കളെ അടക്കം പുറത്താക്കിയതിന്റെ പിന്നിൽ അണുവിന്റെ PR ആണ്. നിലപാടുണ്ടേ കുഞ്ഞുമോള് താങ്ങാൻ നിൽക്കില്ല. തീർച്ചയായിട്ടും നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല. തല അർത്ഥം മാറ്റി വെച്ചാലും പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് തന്നെ നമ്മൾ പറഞ്ഞിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ ഡ്രാമ കളിക്കാൻ ഞാനില്ല, ഞാൻ നന്നായിട്ട് നാടകവും സിനിമയൊക്കെ ചെയ്യുന്ന ആളാണ്. ജീവിതത്തിൽ അഭിനയിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ നിന്നത്. നെഗറ്റീവ് കളികളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായിക്കുമ്പോൾ നമുക്കൊരു, അവർക്ക് എഴുതിയിടുന്ന അവർക്കൊരു കോൺഫിഡൻ്റ് ആണ്, അത് ഭയങ്കര സന്തോഷമാണ് അവർക്ക്. നമ്മളെ കുറച്ച് പേരെ തെറി പറയുമ്പോഴൊക്കെ ആയിട്ട് വലിയ സന്തോഷം കിട്ടുന്നു. അവർ ആ സന്തോഷം കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ അടിപൊളിയായിട്ട് ജീവിക്കുക, ഒരു കുഴപ്പമില്ല, ഹാപ്പി. പറയുന്നവർ പറയട്ടെ, പറയുന്നവർക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഒരു ദിവസമെങ്കിലും അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് ജിസേൽ അക്ബർ, റിണ, ആര്യൻ, ബിന്നി ഗാങ് ഇഷ്ടം. താങ്ക് യു എല്ലാവർക്കും നന്ദി. ഞാൻ വീണ്ടും പറയട്ടെ, എന്താ പറയണേ, ഷോ കഴിഞ്ഞു. ഷോയുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കണം, നിങ്ങളെല്ലാം നേരിട്ട് കാണണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ലൈവിൽ വന്നത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഷോ ആൾക്കാർ ഇങ്ങനെ കമൻ്റൊക്കെ പറയുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ എവിടെയൊക്കെ തോന്നാറുണ്ട്. കാര്യം നമ്മളെല്ലാവരോടും നമ്മൾ വളരെ സൗഹൃദപരമായിട്ടൊക്കെ തന്നെയാണ് നിന്നിട്ട്, കുറച്ചൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ എപ്പോഴും സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇത് തോട്ടയാണ് നീ കണ്ടത്, ഇത് തോട്ടയാണ് നീ കണ്ടിട്ടുണ്ടാ കൊച്ചേർക്ക, അതെന്റെ സിനിമ ഡയലോഗ് അല്ലേ? പറഞ്ഞില്ലേ അങ്കമാലി ഡയറീസ്, എനിക്ക് ആ ഒറ്റ സിനിമ കൊണ്ട് കിട്ടിയ ഒരു പേരും സപ്പോർട്ടൊക്കെ ആണിത്. അപ്പം അതിന് കൂടട്ടെ, അതിന് കൂടിക്കൊണ്ടേയിരിക്കും. അത് കൂടാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്കിടയിൽ വളരെ ജെന്യുവിനായിട്ട് തന്നെ ഒരു ആക്ടറായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ശരത്തേട്ട പുതിയ പ്രോജക്ട്സ് വല്ലതുമായി? യെസ്, പുതിയ റിലീസ് ആവാനുണ്ട് അബിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനന്തൻകാട്. പിന്നെ അഭിനയിക്കാനും 2 സിനിമകളുണ്ട്. ഇപ്പൊ തൽക്കാലം കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ, നമുക്ക് ബാക്കി എൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ബാക്ക് ടു വരും. ചേട്ടൻ മകൻ സുഖാൻ ഇങ്ങോടാ. യാ ദിസ് മൈ ബോയ്. ഹായ് പറ സംസാരിക്കും, നിന്നെ കാണണമെന്ന്. ഇതാണ് എൻ്റെ മകൻ കുട്ടപ്പായി. നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഹായ് പറ. നിന്നെ അന്വേഷിച്ചു, അതാ ഞാൻ പെട്ടെന്ന് കോഴിക്കോട് കുട്ടിയാടി വരുമ്പോൾ അറിയുമോ? ചേട്ടാ സുഖമല്ലേ? വീട്ടിൽ എല്ലാവർക്കും സുഖമാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്ന്, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. കാര്യം അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. സോ എന്നാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. വൈഡൂര്യ, ഹായ് വൈഡൂര്യ, യശ്വന്തിന്റെ ഫ്രണ്ട് വൈഡൂര്യ. അനു അപ്പാനി കോംബോ നൈസായിരുന്നു. താങ്ക് യു എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ, ആരോടും ദേഷ്യമൊന്നുമില്ല. സോ ഇതുവരെ തന്ന സപ്പോർട്ടും പ്രാർത്ഥനയ്ക്കും എല്ലാവരോടും നന്ദി. ഒരിക്കൽ കൂടി എനിക്ക് ഇനി അടുത്ത എൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോഴും സിനിമകൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാനുണ്ട്. ഇതൊരു ഷോ ആയിരുന്നു, റിയാലിറ്റി ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് എന്നെ തെറി പറയുന്നു ഒക്കെ ശരി തന്നെ. പക്ഷെ ഞാനെന്ന ആക്ടറിന് ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്, ഇവനെ കഴിവില്ല, ഇവൻ എവിടുത്തെ നടനാണ്, ഇവൻ്റെ സിനിമകൾ ഇനി കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് എല്ലാവരോടും കൂടി എനിക്കൊരു പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ട് എന്നെ കാണണം, നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായിട്ട് എന്നെ കാണണം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം, എന്നോടൊപ്പം എൻ്റെ സിനിമകൾക്കൊപ്പം ഉണ്ടാവണം. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും നന്ദി. ഞാൻ മിഥുൻ, ഹായ്. സ്നേഹം മാത്രം, ഹായ്. ആരൊക്കെ ജോയിൻ ചെയ്യുന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ ആരും ഇവിടെ ഇല്ല. ആരോ ചോദിച്ചിരിക്കുന്നു, തർക്കാം അക്ബറുമായുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുമോ? ഉറപ്പായിട്ടും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതേ നിലനിർത്താനുള്ളതാണ്, അല്ലാതെ അവരവൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് വാങ്ങിച്ച് കാലം മാറുന്നതല്ല നമ്മൾ. ഉറപ്പായിട്ടും എൻ്റെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉറപ്പായിട്ടും ഉണ്ടാവും. BB ഷോയിൽ ജെന്യൂനായി നിങ്ങൾക്ക് എപ്പോഴും
ഹേറ്റ് ഫിൽംസ് റിയൽ ഓഡിയൻസ് ഉണ്ടാവും. ഒരു പണിയും ഇല്ലാണ്ട് ഹേറ്റ് സ്പ്രെഡ് ആകാൻ നിൽക്കുന്നവർ മൈൻഡ് ആക്കണ്ട. ഉറപ്പായിട്ടും കൈലാസ് ബ്രോ അങ്ങനെ ഒരു മൈൻഡും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു വിഷമം പോലും ഇല്ല. പിന്നെ ഞാൻ പറയല്ലോ, നമുക്ക് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു സങ്കടം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതും ഞാനത് ഓവർകം ചെയ്തു. നമ്മൾ പല പ്രശ്നങ്ങളിലും ഓവർകം ചെയ്ത് സ്ട്രഗിൾ ചെയ്താണ് ഇവിടം വരെയെങ്കിലും എത്തിയത്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് പോവും. ഓൾ ഈസ് വെൽ. സോ അപ്പോൾ അടിപൊളിയായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഒത്തിരി സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ കുറേ നേരമായി ഞാൻ ലൈവിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സോ എല്ലാവരോടും ഞാൻ പുലിക്കളി ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. ചെന്നിലാം പുലിക്കളി അടുത്ത വർഷം ഓണത്തിന് തൃപ്പുള്ളിത്തറയിലുണ്ട്. ഞാൻ എന്തായാലും ഇത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ഇടാൻ ആൾക്കാർ മടിക്കും. അത് സപ്പോർട്ട് ചെയ്യുന്നവരില്ലേ എന്നല്ല, നിങ്ങൾ പൊളിയാണ്. താങ്ക് യു ഗൗരി. അഭിനയ സിംഹമൊന്നും അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ അഭിനയം അറിയാം. അഭിനയം നന്നായിട്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹമുണ്ട്, പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭിനയ സിംഹമൊന്നും അല്ല കേട്ടോ. ചേട്ടാ എനിക്ക് റിപ്ലൈ താ. ഹായ് ആത്മാജ്. ഹായ് 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 ഹായ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒത്തിരി സന്തോഷം. കുറച്ച് നേരം നിങ്ങളുടെ കാണാൻ പറ്റി. കുറച്ച് നല്ല മഴയുണ്ട്. സോ ഞാനിങ്ങനെ കാർ ഒതുക്കിയിട്ടിട്ടാണ് ലൈവിൽ വരുന്നത്. ഇവിടെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് എൻ്റെ വരുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ബൈ. ഇനിയൊന്നുമില്ല. മോൾ എന്ത് ചെയ്യുന്നു? മോള് നല്ല ഉറക്കം ബ്രോ. റിയ ഹായ്. ഹായ് റിയ. ഹായ് ദേവനന്ദ. ഹായ് ദേവ. മോളെ ആണോ? മോളെ ഉറങ്ങില്ലേ? എന്നാ മോളെ വിളിക്ക്. ഇതാ മോളും ഉണ്ട് ഇവിടെ. വാ രണ്ടുപേരും വാ. യെസ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ലൈവില്? ഇൻസ്റ്റാഗ്രാം ലൈവിൽ പറയാനുണ്ടോ? പറയണ്ടെങ്കിൽ പറഞ്ഞോ. അച്ഛൻ്റെ സിനിമ എല്ലാവരും കാണൂലേ? ചോദിക്കേ. കാണും. ഓക്കെ, അപ്പോ ബൈ സോം. ബൈ. ബിഗ് ബോസ് മിസ്സാവുന്നു. മോനെ അത് കഴിഞ്ഞില്ലേ? മഹാനടൻ ആരാ? മഹാനടനാവും. നീ നോക്കിയോ മമ്മി, മഹാനടനായിരിക്കും. അനു അബ്ബാനി ലൈവ് ടൈം നൈസ്. കട്ടായിട്ടാ ലക്ഷ്മി കുറെ നായില്ലേ? ഓക്കെ. കോഴിക്കോട് കുട്ടിയാടി അറിയുമ്പോൾ കോഴിക്കോട് അപ്പാൻ്റെ പോലത്തെ ക്യാരക്ടർ ഉറപ്പായിട്ടും വർഗീസേ അപ്പാൻ്റെ അല്ല, അതിന് മേളിൽ നിൽക്കുന്ന ക്യാരക്ടറുമായിട്ട് ഞാൻ നിങ്ങൾക്കിടയിൽ വരും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം. കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, കുറ്റം പറയുന്നവർ പറയട്ടെ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ, കളിയാക്കട്ടെ, കല്ലെറിയട്ടെ. ഒരു പ്രശ്നവുമില്ല. കാര്യം ഇതേപോലെ ഒരുപാട് തെറിവുകളും ഒരുപാട് കല്ലറികളൊക്കെ കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമേ അല്ല. പോടാ. ഹായ് അലാസ്. പോടാ. നീ പോടാ. അപ്പാനി ചേട്ടാ എവിടെയാണ് ഇപ്പോ? ഞാൻ കൊട്ടാരക്കര ഭാഗത്തുണ്ട് മോനെ. ടാറ്റ കുട്ടപ്പായി ടാറ്റയെന്ന്. ടാറ്റ. ഓക്കെ. കുട്ടപ്പായി ഭയങ്കര ഫാൻസാണല്ലോ കുട്ടപ്പായിക്ക്. അനുശ്രീയ ഹായ്. കോഴിക്കോട് കുറ്റിയാടി അറിയുമോ? അപ്പോൾ ലവ് ഗൈസ്, നന്ദി, ബൈ. പോവാണ്. കാണാം ശേഷം സ്ക്രീനിൽ. ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞില്ല. എൻ ജി കൃഷ്ണയ്ക്കൊരു ചെറിയൊരു ഹായ്. അപ്പോൾ ഗൈസ് ബൈ. ഫൈനലി